Hi everybody, aldol condensation reaction ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഏതൊക്കെ ആൽഡിഹൈഡ്സും കീറ്റോൺസും ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഷോ ചെയ്യും എന്നുള്ളതാണ്. സോ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ ഈസ് ആൽഫ ഹൈഡ്രജൻ ഷുഡ് ബി പ്രസന്റ്. ആൽഫ ഹൈഡ്രജൻ ആൽഡിഹൈഡ്സിലോ കീറ്റോൺസിലോ പ്രസന്റ് ആണെങ്കിൽ അവരെന്ത് കാണിക്കും? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഷോ ചെയ്യും. ദാറ്റ് ടു ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ഡൈല്യൂട്ട് NaOH ഡൈല്യൂട്ട് KOHന്റെ പ്രസൻസിൽ. നൗ മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. മൂന്ന് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യണം. വാട്ട് ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ, വൈ ഇറ്റ് ഈസ് നെയിംഡ് സോ, ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. എന്താണ് ഈ ആൽഫ ഹൈഡ്രജന്റെ സിഗ്നിഫിക്കൻസ്? അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായി ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ആൽഡിഹൈഡിൽ എന്ത് പ്രസന്റ് ആയിരിക്കണം? ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ആയിരിക്കണം. ആൻഡ് there should be a presence of dilute NaOH, ബേസിക് മീഡിയത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും? OH മൈനസ് അയോൺസ് പ്രസന്റ് ആയിരിക്കും അല്ലെ? ബേസിക് മീഡിയം ആണ്. അങ്ങനെ ബേസ് ആണെങ്കിൽ ഇവർ എന്തിനെ അബ്സ്ട്രാക്ട് ചെയ്യും? H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ there should be a presence of acidic hydrogen. എവിടെയാണ് നിങ്ങൾക്ക് അസിഡിക് ഹൈഡ്രജൻ കാണാൻ പറ്റുക? ഓഫ് കോഴ്സ് ഈ ആൽഫ ഹൈഡ്രജൻ എന്തായിരിക്കും? അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. ഇവർക്ക് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും. എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇയാൾക്ക് അസിഡിക് ക്യാരക്ടർ ഉണ്ടെന്ന്? ഇതാ നോക്കൂ, അഡ്ജസൻ്റ് ആയി എന്തുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. വിച്ച് മീൻസ് ഇതെന്താണ്? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യപ്പെടും. അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? H പ്ലസ് പോയി കഴിഞ്ഞാൽ CH2 മൈനസ് ഇവിടെ എന്തായിരിക്കും? C ഡബിൾ ബോണ്ട് OH എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും പറയാം, ഈ കോൺജുഗേറ്റ് ബേസ് എന്താണ്? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആണെന്ന് നമുക്ക് മനസ്സിലായി. നൗ ഇവിടെ എന്താണ്? ഇവിടെ ഒരു CH2 മൈനസ് ആണ്. ആൻഡ് ദിസ് now act as nucleophile. നമുക്കറിയാം nucleophiles are species which carries negative charge or lone pair. ഈ നെഗറ്റീവ് ചാർജ് ഇനി എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഒരു പോസിറ്റീവ് സെന്ററിൽ പോയി അറ്റാക്ക് ചെയ്യും. ആ പോസിറ്റീവ് സെന്റർ എവിടെയാണ്? യെസ്, അടുത്ത മോളിക്യൂൾ ഓഫ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ്. നോക്കൂ, ഇതാണ് നമുക്ക് ഫോം ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് NaOH. അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ എഴുതി പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഈ കാർബണൈൽ കാർബണിന്റെ പോസിറ്റീവ് സെന്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ആൻഡ് വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? നോക്കൂ, ഇവിടെ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നോക്കാം നമുക്ക്. ഈ CHO അതേപോലെ ഉണ്ട്. പിന്നെ ആരാണ്? CH2 എവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു? ഈ കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ദിസ് നൗ ബിക്കംസ് വാട്ട്? O minus and H and CH3. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇവിടെ എന്തായിരിക്കും? വാട്ടർ പ്രസന്റ് ആയിരിക്കും അല്ലേ? ഡൈല്യൂട്ട് NaOH ആണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദ CHO. ഈ CHO ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ CH2 ഉണ്ടാവും അല്ലേ? CH2 ഉണ്ടാവും. ദെൻ CH3. പിന്നെ എന്തുണ്ടാവും? ഈ O മൈനസ് H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് OH എന്ന് ഇവിടെ ഉണ്ടാവും. നോക്കൂ, ഇവിടെയുള്ള രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ആൽഡിഹൈഡും ഉണ്ട്, OH ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഡിഹൈഡിന്റെ ALD ഞാൻ എടുക്കുകയാണ്, OHന്റെ OL, ആൾഡോൾ പ്രൊഡക്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൾഡോൾ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിനെ വേറൊരു പേരും കൂടെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. എന്താണ്? ഇത് ആൽഫ കാർബൺ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി കൂടുതലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽഫ ബീറ്റ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട്. ദിസ് ഇസ് ഓൾസോ കോൾഡ് വാട്ട്? ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട് എന്നുകൂടെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങളോട് മിക്കവാറും ചോദിക്കുക ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എഴുതാനാണ്. എന്താണ് കണ്ടൻസേഷൻ പ്രൊഡക്റ്റ്? അതായത് വാട്ടർ എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ്. നിങ്ങൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി എലിമിനേഷൻ ഓഫ് വാട്ടർ. നിങ്ങൾ എവിടെ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യണം? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് വാട്ടർ തന്നെയാണ്. ഹൈഡ്രജൻ നിങ്ങൾ എവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം? ആൽഫ പൊസിഷനിൽ നിന്നും. OH നിങ്ങൾ എവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം? ബീറ്റ പൊസിഷനിൽ നിന്നും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാം. നോക്കൂ, ഇതാ
ആൽഫ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനും ബീറ്റ പൊസിഷനിൽ നിന്ന് OH നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് CHO, CH ഡബിൾ ബോണ്ട്, CH3 H2O എലിമിനേറ്റ് ചെയ്ത് പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് കിട്ടും. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കും ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഈനാൽ. എന്താണ്? ഈനാൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. നൗ അനദർ തിങ് ഈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് സാറ് ഇവിടെ H എലിമിനേറ്റ് ചെയ്യുന്നു, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ടല്ലോ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന്. പക്ഷേ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ആൽക്കീൻ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ടെർമിനൽ ആൽക്കീൻ ആയിരിക്കും, വിച്ച് ഇസ് നോട്ട് സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആൽഫ ബീറ്റ പൊസിഷനിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇത്രയൊന്നും കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ട്രിക്ക് ഉണ്ട്. നിങ്ങളോട് മിക്കവാറും ചോദിക്കുക ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എഴുതാനാണ്. ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എഴുതാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്ര കാര്യമേ ആലോചിക്കേണ്ടുള്ളൂ. ആദ്യം ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണോ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസ്, പിന്നെ ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവണം. അപ്പോൾ 2 മോളിക്യൂൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എക്സാമിൽ എപ്പോഴും 2 മോളിക്യൂൾ എന്ന് തരത്തില്ല, ബട്ട് യു ടേക്ക് ഇറ്റ് ആസ് വോട്ട് 2 എന്ന് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ എഴുതുക. ഒരു മോളിക്യൂൾ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. വാട്ടർ ആണ് എനിക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഡൈല്യൂട്ട് NaOH ഉണ്ട്. ഒരു മോളിക്യൂളിൽ നിന്ന് ഓക്സിജനും അടുത്ത മോളിക്യൂളിൽ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എലിമിനേറ്റ് ചെയ്യേണ്ടത് ആൽഫ ഹൈഡ്രജൻസ് ആണ്. 2 ആൽഫ ഹൈഡ്രജനും പിന്നീട് ഒരു ഓക്സിജനും എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് എഴുതി നോക്കിയേ. ഇവിടെ ഇത് ഇതേപോലെ ഉണ്ടാവും അല്ലേ? CH3 CH, അപ്പോൾ ഡബിൾ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് ഇടുക, പിന്നെ CHO. ഇത്രയുമായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയത് നോക്കൂ. CH3 CH ഡബിൾ ബോണ്ട് CHO കിട്ടിയല്ലോ, പ്രൊഡക്റ്റ് കിട്ടിയല്ലോ. യെസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു മോളിക്യൂളിൽ നിന്ന് 2 ആൽഫ ഹൈഡ്രജനും അടുത്ത സെക്കൻഡ് മോളിക്യൂളിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു ഓക്സിജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, പ്രൊപ്പനാൽ ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? പ്രൊപ്പനാൽ CH3 CH, ഇവിടെ എന്തുണ്ടാവും? CHO ഉണ്ടാവും. അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കണം, ഇവിടെ ഒരു മോളിക്യൂളിൽ നിന്ന് ആൽഫ ഹൈഡ്രജൻ ആണ് 2 എടുക്കേണ്ടത്. ഇവിടെ ഇതാണ് ആൽഫ ഹൈഡ്രജൻ. ഈ 2 ആൽഫ ഹൈഡ്രജൻസും പിന്നെ ഇവിടെ എന്തായിരിക്കും? ഇയാളുടെ ഓക്സിജൻ, ഈ ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഈ 2 ആൽഫ ഹൈഡ്രജനും ഓക്സിജനും ഞാൻ എലിമിനേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രൊഡക്റ്റ് പറഞ്ഞേ? യെസ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് താഴെ എഴുതാം അല്ലേ? ഒന്ന് എഴുതി നോക്കിയേ. എന്തൊക്കെയായിരിക്കും? CH3 CH2 ഇവിടെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയായിരിക്കും? CH ഉണ്ടാവും. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, C കാർബൺ, ദിസ് ഇസ് അറ്റാച്ച്ഡ് ടു CHO ആൻഡ് ഒരു CH3 ഉണ്ടാവും. പക്ഷേ കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് ചെയ്യും. ഇവിടെ ഇതെന്താണ്? ഇത് ബീറ്റ ഹൈഡ്രജൻ ആണ്. ഇവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യരുത്. ഒരു പ്രൊഡക്റ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഈവൻ നമുക്ക് കീറ്റോണിൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടോ? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല അല്ലേ? അതുകൊണ്ട് ഇവർ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ കാണിക്കത്തില്ലേ? കാണിക്കും. കാരണം എന്താ? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇതിനെ ഞാൻ ഈ ബെൻസീൻ റിങ്ങിനെ ഞാൻ എന്ത് എഴുതുന്നു? PH എന്ന് എഴുതുന്നുണ്ട്. അതേപോലെ COCH3. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഇനി എന്തായിരിക്കും? ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇതാണ് എൻ്റെ ആൽഫ ഹൈഡ്രജൻ. 2 H ഇവിടെ ഉണ്ടാവും. ദിസ് ഇസ് മൈ ആൽഫ ഹൈഡ്രജൻ. ഇവിടെ നിന്ന് സിംപ്ലി എനിക്ക് എന്ത് ചെയ്യാം? വാട്ടർ എലിമിനേറ്റ് ചെയ്യാം. വാട്ടർ എലിമിനേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വാട്ട് ഇസ് മൈ പ്രൊഡക്റ്റ്? നോക്കൂ, ഇതിനെ ഞാൻ PH എന്ന് എഴുതുന്നു. PH C ഡബിൾ ബോണ്ട് O CH, ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഈ കാർബണിനാണ്. ഈ കാർബൺ. ഓക്കെ, CH3 PH എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് കീറ്റോൺ തന്നെ എടുക്കാം. CH3 CO CH3 അസറ്റോൺ ആണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്കിത് തരികയാണെങ്കിൽ, ഡൈല്യൂട്ട് NaOH തരികയാണെങ്കിൽ എന്തായിരിക്കും? സിംപ്ലി നിങ്ങൾക്ക് എന്ത് എഴുതാം? C ഡബിൾ ബോണ്ട് O CH3 എന്താ എഴുതാം? CH എന്ന് എഴുതാം.
ഇവിടെ നിന്ന് എന്ത് എലിമിനേറ്റ് ചെയ്യണം? ഇതാ ഇവിടെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യുക? വാട്ടർ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. വാട്ടർ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആൽഫ ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ വാട്ടർ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നു ആൻഡ് യു ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? പ്രൊഡക്റ്റ് വിൽ ബി CH3 CH3 ഡബിൾ ബോണ്ട് COCH3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. സോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.